അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഇതരമത സഹോദരങ്ങൾക്ക് എൻ്റെ നല്ല നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളെ, പ്രവാചക ഹദീസുകളെ, പ്രവാചകോക്തികളെ പരിചയപ്പെടുന്ന വചനതീരമെന്ന ഒരു പംക്തിയിലാണ് നമ്മളുള്ളത്. പ്രവാചകൻ്റെ മനോഹരമായ മറ്റൊരു ഹദീസാണ് ഇന്ന് നമ്മുടെ വിഷയവസ്തു. ഈ ഹദീസിൻ്റെ താല്പര്യം എന്താണെന്ന് അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അബൂ അബ്ദുള്ള നുഅ്മാൻ ഇബ്നു ബഷീർ എന്ന് പറയുന്ന പ്രവാചകൻ്റെ അനുചരൻ ആണ്, പ്രവാചകൻ്റെ അനുയായിയാണ്, സ്വഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഈ ഹദീസ് ഹലാൽ ഹറാം എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹലാൽ എന്താണ്, ഹറാം എന്താണ് എന്നല്ല, ഹലാലും ഹറാമും അതുമായി ബന്ധപ്പെട്ട സൂക്ഷ്മമായ കാര്യമാണ് ഈ ഹദീസ് വിശകലനം ചെയ്യുന്നത്. ഹദീസിൻ്റെ വരികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അബൂ അബ്ദുള്ള നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്നു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു. ആ കേട്ട കാര്യം ഞാനിവിടെ പറയുകയാണ്. ഖാല, പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ വ ബൈനഹുമാ ഉമൂറുൻ മുശ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ് ഫമനിത്തഖ അശ്ശുബഹാതി ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി വമൻ വഖഅ ഫിശ്ശുബഹാതി വഖഅ ഫിൽ ഹറാമി കറാഇ യർഅ ഹൗലൽ ഹിമാ യൂശകു അൻ യഖഅ ഫീഹി അലാ വ ഇന്ന ലികുല്ലി മലികിൻ ഹിമൻ അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. ഇതാണ് പ്രവാചകൻ്റെ സുദീർഘമായ ഒരു ഹദീസ്. ഈ ഹദീസിൻ്റെ അവസാന ഭാഗം പലപ്പോഴും പ്രഭാഷകന്മാർ എടുത്തുദ്ധരിക്കാറുള്ള ഒരു ഹദീസാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ട് ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും പ്രവാചക വൈദ്യ തിബ്ബുൻ നബിയെക്കുറിച്ച് പ്രസ്താവിക്കപ്പെടുമ്പോഴുമൊക്കെ പറയാറുള്ള ഹദീസിൻ്റെ ശകലമാണ് അവസാനത്തെ ഈ ഹദീസിൻ്റെ ഭാഗം. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. അപ്പോൾ ആ ഹദീസിൻ്റെ ആ ഭാഗം കൊണ്ട് ഈ ഹദീസ് വളരെ പ്രശസ്തമാണ്. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. നിഷിദ്ധമായ കാര്യങ്ങൾ എന്താണ്, അനുവദനീയമാക്കപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന കാര്യം വളരെ വ്യക്തമാണ്, സുവ്യക്തമാണ്. പ്രവാചകൻ തൻ്റെ 23 വർഷത്തെ ജീവിത തപസ്യ കൊണ്ട്, തൻ്റെ പ്രബോധന ദൗത്യം കൊണ്ട് എന്തൊക്കെയാണ് ഒരു ഇസ്ലാം എന്ന സംസ്കാരത്തെ ആശ്ലേഷിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുവദനീയമാക്കപ്പെടുന്നു, എന്തൊക്കെ നിഷിദ്ധമാക്കപ്പെടുന്നു എന്ന കാര്യം പരിശുദ്ധ ഖുർആനിലൂടെയും തൻ്റെ തന്നെ ജീവിത ചര്യകളിലൂടെയും പ്രവാചകൻ സ്വഹാബത്തിന് നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും പ്രവാചകൻ അധ്യാപനം നടത്തുകയും പ്രവാചകൻ പാഠമെടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബൈനഹുമാ ഉമൂറു മുശ്തബിഹാത്തുൻ. എന്നാൽ അത് മാത്രമല്ലല്ലോ, എല്ലാ കാര്യങ്ങളും കൃത്യമായി പട്ടികപ്പെടുത്തി 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അന്ത്യനാൾ വരെ, ലോകാവസാനം വരെ വരുന്ന മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ജീവിതാവസ്ഥകളെ മുഴുവൻ പട്ടികപ്പെടുത്തിയിട്ടല്ല പ്രവാചകൻ പോയത്. ബഹുഭൂരിഭാഗം കാര്യങ്ങളും പ്രവാചകൻ സൂചനാരൂപത്തിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ വ്യക്തമാക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അനുവദനീയമായ കാര്യങ്ങൾ വളരെ വ്യക്തമായ കാര്യങ്ങളുണ്ട്, നിഷിദ്ധമായ കാര്യങ്ങളിലും വളരെ വ്യക്തമായ സുവ്യക്തമായ കാര്യങ്ങളുണ്ട്. എന്നാൽ ഇത് രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ചിലപ്പോൾ പിന്നീട് അനുഭവത്തിൽ വരുന്നതും പിന്നീട് ജീവിത പ്രയോഗത്തിൽ ഉണ്ടായിത്തീരുന്നതുമായ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ആധുനികമായ കാലഘട്ടത്തിൽ കാലങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് പുതുതായിട്ടുണ്ടാകുന്ന പലതരത്തിലുള്ള വിഷയങ്ങളുമാവാം. അത്തരത്തിലുള്ള ചില വിഷയങ്ങളുണ്ട്. ആ വിഷയം സംശയാസ്പദമാണ്. കൃത്യമായിട്ട് ഇത് അനുവദനീയമാണോ അല്ലെങ്കിൽ നിഷിദ്ധമാണോ എന്ന് നിർവചിക്കാൻ നമുക്ക് നിർവാഹമില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ശാസ്ത്രീയ പുരോഗതിയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിത്തീർന്നിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇൻഷുറൻസ്, ക്ലോണിംഗ്, അതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബ്, അതുപോലെ തന്നെ അവയവദാനം, രക്തദാനം, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സംഗതികളുണ്ടല്ലോ. ഇതുമാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ തന്നെ ഒരുപാട് സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് നമ്മൾ അഭിമുഖമായി വരുമ്പോൾ ഇത് അനുവദനീയമാണോ നിഷിദ്ധമാണോ എന്ന സംശയമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ രീതിയിൽ ഉള്ള കാര്യങ്ങളും ഈ നിഷിദ്ധമായ കാര്യങ്ങളുടെയും ഹലാലായ കാര്യങ്ങളുടെയും ഇടയിലുണ്ട്. ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്. മിക്ക ആളുകൾക്കും അത് അറിയണമെന്നില്ല. അതിൻ്റെ അവിടെ എന്ത് വിധിയാണ് കൽപ്പിക്കപ്പെടേണ്ടത്, ഇവിടെ എന്താണ് സ്വീകരിക്കേണ്ടത്, ഇത് അനുവദനീയമാണെന്നാണോ മനസ്സിലാക്കേണ്ടത്, ഇത് നിഷിദ്ധമാണോ എന്നൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ബഹുഭൂരിഭാഗം ആളുകൾക്കും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ സൂക്ഷ്മമായി കർമ്മശാസ്ത്ര പഠനം നടത്തുന്ന ആളുകൾക്കും പണ്ഡിതർക്കും അത്തരം കാര്യങ്ങളിലൊക്കെ വിധി പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിക്കും. പക്ഷെ ബഹുഭൂരിഭാഗം സാധാരണക്കാർക്കും അത് സാധിക്കണമെന്നില്ല. ഫമനിത്തഖ ശുബഹാതി ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി. ആരെങ്കിലും ഇത്തരത്തിൽ സംശയാസ്പദമായ കാര്യങ്ങളുമായിട്ട് അത്തരം കാര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ, അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ സൂക്ഷ്മത പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അഭിമാനത്തെയും അവൻ്റെ ധർമ്മത്തെയും അവൻ്റെ ദീനിനെയും അവൻ സൂക്ഷിച്ചു.
അതവൻ കാത്തു സംരക്ഷിച്ചു. കാരണം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ. ഹലാലെന്ന് പിന്നെ പറയേണ്ട കാര്യമില്ല, അത് അനുവദനീയമാണ്. നിഷിദ്ധമായ കാര്യങ്ങൾ നമ്മൾ എന്തായാലും അത് നിഷിദ്ധമാണെന്ന രീതിയിൽ അത് ഒഴിവാക്കുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ഇടയിൽപ്പെട്ട ചില കാര്യങ്ങളിൽ നമ്മൾ അനുമാനിക്കുകയും സംശയിക്കുകയും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാകാതെ നമ്മൾ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യുമ്പോൾ അവിടെ സൂക്ഷ്മത പാലിക്കേണ്ടി വരും. അപ്പോൾ അവിടെ സൂക്ഷ്മത പാലിച്ച ആളുകൾ അവൻ്റെ ദീനും അവൻ്റെ അഭിമാനവും സംരക്ഷിച്ചു എന്നാണ് പ്രവാചകൻ പറയുന്നത്. അത്തരം ശുബ്ഹത്തുകളിൽ തനിക്ക് തോന്നിയതുപോലെയാണ് പെരുമാറുന്നതെങ്കിൽ അത് പലപ്പോഴും അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാം, അത് ഹറാമായ കാര്യങ്ങളിൽ എത്തിപ്പെടാം. വമൻ വഖഅ ഫി ശുബ്ഹാത്തി, സംശയാസ്പദമായ ഇത്തരം കാര്യങ്ങളിൽ ആരെങ്കിലും സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ, വഖഅ ഫിൽ ഹറാം, അവൻ നിഷിദ്ധമായ കാര്യങ്ങളിൽ അകപ്പെട്ടേക്കാം. ഏതുപോലെ അതിനൊരു ഉദാഹരണം പ്രവാചകൻ പറയുന്നു, നിഷിദ്ധമായ ഒരു കൃഷിയിടം, ആ കൃഷിയിടത്തിന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് കുറച്ച് കന്നുകാലികളെയോ അല്ലെങ്കിൽ ആടിനെയോ മീന് നടക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ജീവികളെ, നമ്മുടെ വളർത്തു ജീവികളെ നമ്മൾ കെട്ടിയിടുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഇടങ്ങൾക്കാണ് ഹിമ എന്ന് പറയാം. ആ ഹിമയുടെ ചുറ്റും, ആ കൃഷിയിടത്തിന് ചുറ്റും, വേലിയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൃഷിയിടത്തിന് ചുറ്റും നമ്മൾ വളർത്തു മൃഗങ്ങളെ കെട്ടഴിച്ചു വിട്ടാൽ അത് അതിൻ്റെ പരമാവധി തന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ കൃഷിയിടത്തിലേക്ക് തലയിടാനും അതിൻ്റെ അകത്തുനിന്ന് തളിരിലകൾ പറിച്ചു തിന്നാനുമുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. ഇതുപോലെയാണ് ശുബ്ഹത്തുകളുടെ കാര്യം. ആ ശുബ്ഹത്തിനെ ചുറ്റിപ്പറ്റി നമ്മൾ വ്യക്തതയില്ലാതെ, അതേപോലെ തന്നെ സൂക്ഷ്മതയില്ലാതെ നമ്മൾ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ശുബ്ഹത്തിനകത്തെ ഹറാമായ കാര്യങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ശുബ്ഹത്ത്, സംശയാസ്പദമായ കാര്യങ്ങൾ, ശുബ്ഹത്തായ കാര്യങ്ങൾ, മുസ്തബിഹാത്തുകളെ നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ സൂക്ഷ്മത പാലിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എന്താണോ ഉത്തമ ബോധ്യമുള്ളത് അതിനനുസരിച്ചിട്ടാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ എല്ലാത്തിനെയും ഇത് ചിലപ്പോൾ അനുവദനീയമായതായിരിക്കാം എന്ന രീതിയിൽ സൂക്ഷ്മതയില്ലാതെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് നിഷിദ്ധമായ കാര്യങ്ങളിൽ എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ അലാ വ ഇന്ന ലികുല്ലി മലികിൻ ഹിമ, എല്ലാ ഭൂ ഉടമകൾക്കും, രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും മറ്റാർക്കും പ്രവേശനമില്ലാത്ത ചില സ്വകാര്യ ഇടങ്ങൾ ഉണ്ടാവാം, അവർക്ക് ചില സംരക്ഷിക്കപ്പെട്ട പ്രദേശങ്ങൾ ഉണ്ടാവാം. അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു, അള്ളാഹുവിൻ്റെ അത്തരം നിഷിദ്ധമാക്കപ്പെട്ട സംരക്ഷിക്കപ്പെട്ട ഇടം ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാരിമുഹു, അള്ളാഹുവിൻ്റെ നിഷിദ്ധമായ കാര്യങ്ങളാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. അലാവ ഇന്നഫിൽ ജസദി, അവിടെ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു കാര്യം പറയുന്നത്. അലാവ ഇന്നഫിൽ ജസദി മുദ്ഗതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. മറ്റെവിടെയോ വെച്ച് നമ്മൾ ഈ ഒരു വിഷയം, ഈ ഹദീസിൻ്റെ ഈ ഒരു ഭാഗം പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവാചകൻ പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് മോശമായി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ മോശമായി കഴിഞ്ഞു. അറിയുക, അത് നമ്മുടെ ഹൃദയമാണ്. അതായത് ഹൃദയത്തെ പ്രവാചകൻ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ കേന്ദ്രമായിട്ട്, അന്ന് അങ്ങനെയാണ്, മനസ്സാണല്ലോ ശാസ്ത്രീയമായിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ യുക്തിബദ്ധമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ മനസ്സിൻ്റെ ഇടമായിട്ടും അതുപോലെ തന്നെ ചിന്തയുടെയും വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ഒക്കെ ഇടമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാ പറയാന്ന് വെച്ചാൽ, തലച്ചോറിൽ നിന്നാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ പ്രകാരം തലച്ചോറാണ് ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒക്കെ ഉത്ഭവ കേന്ദ്രം. എന്നാൽ അതിൻ്റെ ശരിയായ പ്രതിഫലനം നടക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. നമുക്ക് പെട്ടെന്ന് ഭയമുണ്ടാകുമ്പോൾ മിടിപ്പുണ്ടാകുന്നതും അതിൻ്റെ കൃത്യമായ ശാരീരിക വ്യത്യാസം മനസ്സിലാകുന്നതുമൊക്കെ നമ്മുടെ ഹൃദയത്തിലാണ്. അതേപോലെ തന്നെ സന്തോഷമുണ്ടാകുന്ന സമയത്ത്, അതുപോലെ ദുഃഖമുണ്ടാകുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ അനുചലനങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു അർത്ഥത്തിലൊക്കെയാണ് പ്രവാചകൻ ഹൃദയം എന്നിവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ആ ഹൃദയം നന്നായി കഴിഞ്ഞാൽ, അതായത് മനസ്സും വികാരങ്ങളുമാണ് പ്രവാചകൻ ഹൃദയം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ അതിനെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. സാധാരണ അന്ന് നിലവിലുള്ളൊരു പ്രയോഗത്തെ പ്രവാചകൻ കടമെടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഹൃദയം വേദനിച്ചു, എൻ്റെ ഹൃദയം മോശമാണ് എന്നൊക്കെ നമ്മൾ സാധാരണ ഇപ്പോഴും പറയാറുണ്ടല്ലോ. തലച്ചോറാണ് വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ചിന്തകളുടെയും ഒക്കെ ഉത്ഭവ കേന്ദ്രമെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പോലും നമ്മൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നു, എൻ്റെ ഹൃദയം മോശമാണ്, എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ ഒരു എന്താ പറയുക ചലനങ്ങൾ നടക്കുന്നു, വിറയൽ നടക്കുന്നു എന്നൊക്കെ നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ താല്പര്യം എന്താണ്? ഹൃദയത്തെ നമ്മൾ പണ്ട് മുതലേ ഒരു വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഒക്കെ ഒരു പ്രതിഫലനങ്ങൾ നടക്കുന്ന കേന്ദ്രമാണെന്ന് മനസ്സിലാക്കി വരുന്നു, പറഞ്ഞു വരുന്നു, പ്രയോഗിച്ചു വരുന്നു എന്നതുകൊണ്ടാണ്. അപ്പം അതുതന്നെയാണ് പ്രവാചകൻ ഇവിടെ നടത്തിയിട്ടുള്ളത്.
ചില ആളുകളൊക്കെ പ്രവാചകൻ ഈ വിഷയത്തിൽ കൽബ് കൊണ്ട് ചിന്തിക്കുന്നു, കൽബിലാണ് പിന്നെ വികാര വിചാരങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത് എന്ന രീതിയിലൊക്കെ പലരും ഈ ആധുനിക ശാസ്ത്രത്തെ മുൻനിർത്തിയിട്ട് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി പലരും പറയാറുണ്ട്. പക്ഷേ അതിന് പിന്നെ അവസരമില്ലെന്നാണ്, അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. കാരണം പ്രവാചകൻ കൽബാണ് ചിന്തിക്കുന്നത്, കൽബാണ് ഉത്ഭവ കേന്ദ്രം എന്നല്ല പറഞ്ഞത്. അന്ന് സാഹിത്യലോകത്തും സാഹിത്യരംഗത്തും സാഹിത്യകൃതികളിലും എന്തിനേറെ പറയുന്നു, ഇന്നത്തെ കാലഘട്ടത്തിലും ശാസ്ത്രം പുരോഗമിച്ച ഈ കാലത്ത് പോലും ഏതൊരു ശാസ്ത്രജ്ഞൻ പോലും തൻ്റെ ഹൃദയത്തെ സംബന്ധിച്ച് ഹൃദയം വേദനിക്കുന്നു അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറയുന്നതുപോലെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയം എന്നതൊരു പ്രയോഗമാണ്, ഹൃദയം ഒരു സൂചനയാണ് എന്ന രീതിയിൽ മാത്രമേ നമുക്ക് കാണേണ്ടതുള്ളൂ. അപ്പോൾ ഏതായാലും അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിൻ്റെ താല്പര്യം എന്താണ് എന്ന് നമുക്ക് ഒന്നുകൂടി കണ്ണോടിച്ചു പോയാൽ പ്രവാചകൻ പറയുന്നത് നിഷിദ്ധവും അനുവദനീയവുമാക്കപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങളുണ്ട്, അത് കൂടുതൽ പേർക്കും അറിയില്ല. അതേപോലെ തന്നെ അത്തരം സംശയാസ്പദമായ കാര്യങ്ങൾ നിഷിദ്ധമാണെന്നോ അനുവദനീയമായതാണെന്നോ എന്ന് കൃത്യമായിട്ട് വിച്ഛേദിക്കാൻ പറ്റാത്ത അത്തരം കാര്യങ്ങൾ അവിടെ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടിയിരിക്കുന്നു. അത്തരം കാര്യങ്ങളെ നമ്മൾ നിഷിദ്ധമായ കാര്യങ്ങളെ പോലെ തന്നെ കണക്കാക്കുകയാണ് നല്ലത് എന്നാണ് ഇതിൻ്റെ താല്പര്യം. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും ശുബ്ഹത്തുകളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അവിടെ സൂക്ഷ്മത പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ദീനിനെയും അവൻ്റെ അഭിമാനത്തെയും സംരക്ഷിച്ചു. അതല്ലാതെ സൂക്ഷ്മതയില്ലാതെ ശുബ്ഹത്തിൻ്റെ പിന്നാലെ പിറകെ പോയാൽ, അവ്യക്തമായ സംശയാസ്പദമായ കാര്യങ്ങളുടെ പിറകെ പോയാൽ അത് നിഷിദ്ധമായ കാര്യങ്ങളിലേക്കും അപകടകരമായ സ്ഥിതിയിലേക്കും എത്തിപ്പെടും. ഇത്തരം പിന്നെ ശുബ്ഹത്തുകളും അതുപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങളുമൊക്കെ ഒരു സംരക്ഷിക്കപ്പെട്ട ഒരു കൃഷിയിടം പോലെയാണ്. അതിൻ്റെ ചുറ്റും നമ്മൾ മേയാൻ നിന്നാൽ നമ്മൾ അറിയാതെ അതിൻ്റെ അകത്തേക്ക് തലയിട്ട് പോയേക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക എന്നതാണ് കരണീയം. അതേപോലെ തന്നെ അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ എല്ലാ കാര്യങ്ങളുടെയും ആത്യന്തികമായ പ്രതിഫലനം നടക്കപ്പെടുന്നത് ഹൃദയത്തിലാണ്. ഹൃദയം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ നന്നായി. അതായത് നമ്മുടെ ഹൃദയം, നമ്മുടെ ചിന്തയും വിചാരങ്ങളും നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നന്നായി. അത് മോശമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മോശമായി പോയി എന്ന് പ്രവാചകൻ അവിടെ ഉപമാ രൂപത്തിലാണ് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം വലുതാണ്, രക്തചംക്രമണ വ്യവസ്ഥയുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണ്, രക്തത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അങ്ങനെ ഒരു ശാസ്ത്രീയമായ കാര്യം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന അർത്ഥത്തിൽ നമുക്ക് ഈ ഹദീസിനെ പ്രയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ ഹദീസുകളുമായിട്ട് നമുക്ക് വീണ്ടും വചനതീരത്ത് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം.